തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദിയിലും സദസ്സിലും സന്നിധരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ പ്രിയ പിതാവിൻ്റെ നവതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്നുകൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ് ഞങ്ങളിൽ പരമേൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന കവിയൂർ കൊച്ചിയിൽ കുടുംബയോഗം പ്രസിഡന്റ് ശ്രീ മാത്തുക്കുട്ടി കോശി ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുന്നതിന് ആലോചനയിട്ട സമയം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിനൊപ്പം നിൽക്കുകയും ഈ സമ്മേളനത്തിന് അധ്യക്ഷ പദവി അലങ്കരിക്കുകയും വേണ്ട നേതൃത്വം നൽകുകയും ചെയ്തതിന് ഞങ്ങളുടെ പിതാവിൻ്റെയും കുടുംബത്തിൻ്റെയും പേരുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ സ്വന്തം MLA അഡ്വക്കേറ്റ് മാത്യു തോമസ് MLAയോടുള്ള നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഗുരുനാഥൻ അനേകർക്ക് പ്രകാശം പരത്തുന്ന പ്രകാശഗോപുരം, സാമൂഹിക വിപത്തുകൾക്ക് എതിരായി ശബ്ദമുയർത്തുന്ന മാന്യദേഹം ഡോക്ടർ സിറിയക് തോമസ് സാറിനോടുള്ള കടപ്പാട് തീർത്താൽ തീരാത്തതാണ്. സല്യൂട്ടേഷൻസ് ടു ദ 90th എന്ന വിഷയത്തെ ഏറ്റവും നല്ലതായി നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ച സാറിനോട് ഞങ്ങളുടെ പിതാവിൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള നിശ്ചയമായ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ജീവകാരുണ്യ പ്രവർത്തനം ജീവചര്യയാക്കിയ പച്ച മനുഷ്യൻ, അഗതികൾക്കായി ഭൂമിയിൽ സ്വർഗം സൃഷ്ടിച്ച ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്ത് ഡോക്ടർ പുനലൂർ സോമരാജൻ സർ ഈ മീറ്റിങ്ങിൽ വന്ന് സംബന്ധിക്കുകയും കുര്യൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ചതിനുമുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഞങ്ങളുടെ പിതാവിൻ്റെയും കുടുംബത്തിൻ്റെയും പേരിൽ അറിയിച്ചുകൊള്ളുന്നു. ചിന്തോദ്ദീപകമായ വാക്കുകളാൽ നമ്മെ അനുഗ്രഹിച്ച ബ്രഹ്മശ്രീ അഖിരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാടിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. നാടിൻ്റെ അഭിമാനമായ തിരുവല്ലായുടെ സ്വന്തം ശ്രീ ബ്ലെസി സാർ ഇന്നിവിടെ വരാൻ സാധിച്ചില്ല എങ്കിലും ഡോക്യുമെൻ്ററിയുടെ ആവശ്യങ്ങളിലും മറ്റ് വീഡിയോ വിഷ്വൽസിൽ കൂടി ആശംസ അറിയിച്ചതിനുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. തൻ്റെ തൂലിക കൊണ്ട് പ്രകൃതിക്ക് വേണ്ടി വാദിക്കുകയും വായനക്കാരെ പ്രകൃതിയോട് അടുപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടുകാരനും നമ്മിൽ ഒരാളുമായ മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ ശ്രീ വർഗീസ് തോമസ് സാറിനോടുള്ള അഗൈതമായ നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. കഠിനാധ്വാനം കൊണ്ടും സ്ഥിരത ഉത്സാഹം കൊണ്ടും വിദേശത്തെ ആശ്രിത സേവന രംഗത്തും സാമൂഹിക സേവനത്തിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ബഹുമാനമായ ശ്രീമതി ഷൈനു ക്ലെയർ മാത്യൂസ് തിരക്കുകളുടെയിലും ഇവിടെ വന്ന് ആശംസ അറിയിക്കുന്നതിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു. ആശംസകൾ അറിയിച്ച എൻ്റെ ഭാര്യ സഹോദരൻ പത്തിക്കാട് സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് ഓർത്തഡോക്സ് ചർച്ച് വികാർ ഫാദർ സ്കറിയ എൻ ഫിലിപ്പ്, UDF ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, കവിയൂർ ശാലേം മർത്തോമ ചർച്ച് സെക്രട്ടറി മിസ്റ്റർ രാജൻ വർഗീസ്, കവിയൂർ കൊച്ചിയിൽ കുടുംബയോഗം സെക്രട്ടറി ഡോക്ടർ അജിത് തോമസ് ജോൺ, കവിയൂർ YMCA പ്രതിനിധീകരിച്ച് സംസാരിച്ച മിസ്റ്റർ റെജി പോൾ, ആഞ്ഞിലത്താനം YMA പ്രതിനിധീകരിച്ച് സംസാരിച്ച മിസ്റ്റർ തമ്പി കോലത്ത്, പൂവക്കാല ശാലേം റെസിഡൻസ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് സംസാരിച്ച മിസ്റ്റർ രാജു പീഡിയപ്പറമ്പിൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഗ്രേസി മാത്യു, തുരുത്തിക്കാട് BAM കോളേജ് ഫ്രണ്ട്സ്, റോയി കന്നത്ത്, UK മലയാളീസ് എന്നിവരോട് ഞങ്ങളുടെ പിതാവിൻ്റെയും കുടുംബത്തിൻ്റെയും പേരുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു. സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഈ നല്ല ദിവസത്തെ ധന്യമാക്കി തീർത്ത വന്യ പുരോഹിതരോടുള്ള നന്ദിയും കടപ്പാടും പിതാവിൻ്റെയും കുടുംബത്തിൻ്റെയും പേരിൽ അറിയിച്ചു കൊള്ളുന്നു. ഞങ്ങളുടെ പിതാവിൻ്റെ ഭൗതികവും ആത്മീയവുമായ വളർച്ചയ്ക്ക് എന്നും പ്രയോജനം ഈ ഇടവകയാണ്, പ്രത്യേകിച്ച് പള്ളിയുടെ മധുബഹ. 40-ൽ പരം വർഷം ഈ ഇടവകയിലെ ആത്മായ ശുശ്രൂഷകനായിരുന്നു. പിതാവിന് വഴികാട്ടികളായിരുന്ന മൺമറഞ്ഞ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഈ നിമിഷത്തിൽ ഓർക്കുന്നു. ഈ പരിപാടിയുടെ നടത്തിപ്പിനായി ആരംഭം കുറിച്ച നാൾ മുതൽ ഞങ്ങൾക്ക് വേണ്ടുന്ന പൂർണ്ണ പിന്തുണയും ഉപദേശവും നൽകിയ കവിയൂർ ശാലേം മർത്തോമ ചർച്ച് വികാർ റെവറൻഡ് ബിനു തോമസ് അച്ഛനോട് ഞങ്ങളുടെയും പിതാവിൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള നിസ്സീമമായ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൈത്താങ്ങൽ നൽകിയ റെവറൻഡ് M. മാത്യു അച്ഛൻ, കവിയൂർ ശാലേം മർത്തോമ ചർച്ച് കമ്മിറ്റി മെമ്പേഴ്സ്, എല്ലാ ഇടവക ജനങ്ങളോടും ഹൃദയത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ആഗതരായിരിക്കുന്ന ദേശവാസികൾ, മിത്രങ്ങൾ എന്നിവരോട് ഉള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളുടെ സഹോദരങ്ങൾ, അമ്മയുടെയും അച്ചായൻ്റെയും ജീവിതത്തിൽ
അവരുടെ ഉയർച്ചയിലും താഴ്ചയിലും എന്നും താങ്ങുതണലുമായി കൂടെ ഉണ്ടായിരുന്നു. മൺമറഞ്ഞ സഹോദരങ്ങളെ സ്നേഹത്തോടെ സ്മരിക്കുന്നു. സഹോദരങ്ങളോടും അവരുടെ കുടുംബാംഗങ്ങളോടുമുള്ള കടപ്പാട് വാക്കുകൾക്ക് അതീതമാണ്. നന്ദി. വന്നു ചേർന്ന മറ്റെല്ലാ ബന്ധുമിത്രാദികളോടുമുള്ള സ്നേഹവും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു. ബാല്യകാല സ്മരണകൾ നമ്മളുമായി പങ്കുവച്ച ഞങ്ങളുടെ സ്വന്തം മാവിമാരോടുള്ള സ്നേഹം അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ ഇടവാംഗമായ മിസ്റ്റർ മധുവിൻ്റെയും മാരാമൺ കൺവെൻഷൻ്റെ പരിചയമുഖമായ മിസ്റ്റർ സെബാൻ്റെയും നേതൃത്വത്തിലുള്ള മാസ്റ്റർ ഓഫ് മെഡലീസ് ഗാനങ്ങൾ ആലപിച്ചവർ, ഇതിൻ്റെ ശേഷവും പഴയകാല സിനിമാ ഗാനങ്ങൾ കോർത്തിണക്കി കൊണ്ടുള്ള ഗാനോപഹാരങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. നവതി മീറ്റിങ്ങിൻ്റെ ഭാഗമായി പ്രദർശിപ്പിച്ച ഹൃദയപൂർവ്വം തങ്കച്ചൻ്റെ ഡോക്യുമെൻ്ററിയുടെ പിന്നിൽ ഒരു വലിയ ടീം തന്നെ പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ച മിസ്റ്റർ ഷിൻരാജ്, സ്ക്രിപ്റ്റ് റൈറ്റർ മിസ്റ്റർ ബിനേഷ്, ശബ്ദം നൽകിയ സഞ്ചാരി ഫെയിം മിസ്റ്റർ അനീഷ് പുന്നൻ, ഷൂട്ടിംഗ് സമയത്ത് ഞങ്ങളുടെ തറവാട് ഭവനം കൊച്ചിയിൽ താഴത്തെ വീട് തുറന്നു തന്ന ജോളിമാമ, മറ്റ് ഫാമിലി മെമ്പേഴ്സിനോടും ഡേറ്റ കളക്ഷന് ഞങ്ങളെ സഹായിച്ച ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. പിതാവിൻ്റെ പഠനവും ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് IDSPKയിലേക്ക് ഒരു ഡോക്യുമെൻ്ററിയുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനുവേണ്ടി ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും ഡയറക്ടർ മിസ്റ്റർ ഷിൻരാജ്, തിരക്കഥ നിർവഹിക്കുന്ന ഗിരീഷിനോടും ഉപദേശകനായി പ്രവർത്തിക്കുന്ന ബിബലിനോടും മറ്റ് എല്ലാ ക്രൂ മെമ്പേഴ്സിനോടുള്ള നന്ദി അറിയിക്കുന്നു. കൊമ്പർ ചെയ്ത മിസ്സസ് പ്രിയ ബിനുവിനോട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. വയനാട്, മുണ്ടക്കൈ, ചൂരമല പ്രദേശങ്ങളിൽ സോഷ്യൽ വർക്ക് ചെയ്യുന്ന മിസ്സസ് ലിൻസി ഡേവിഡ്, ജിതേഷ് എന്നിവർ വളരെ ദൂരെ യാത്ര ചെയ്ത് ഇവിടെ എത്തി. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. കാർഷിക വൃത്തിയിൽ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ നമ്മൾ ഈ പുറമേ കാണുന്ന ഇതിനു വേണ്ടി അനേകം പേര് അധ്വാനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സൗണ്ട് സിസ്റ്റം, ലൈറ്റ് സിസ്റ്റം, ഇതിൻ്റെ ഡെക്കറേഷൻ സിസ്റ്റം, അത് ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചു കൊള്ളുന്നു. കാർഷിക വൃത്തിയിൽ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഈ ദേശത്തെ അനേകം പേർ ഭാഗമായിട്ടുണ്ട്. ലാഭേച്ഛ കൂടാതെ വിശ്വസ്തരായി കഠിന അധ്വാനം ചെയ്ത എല്ലാവരെയും ഈ സമയത്ത് നന്ദിയോടെ സ്മരിക്കുന്നു. അവരിൽ പലരും കുടുംബാംഗങ്ങളോടൊപ്പം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. അവരിൽ മൺമറഞ്ഞ മത്തായി, പൗലോസ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ആനന്ദൻ, ബാബു വാലായിൽ, കുഞ്ഞച്ചൻ ചേട്ടൻ, ബാബു പാണ്ഡശ്ശേരിയിൽ, കൊച്ചുമേരി എന്നിവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ അഭാവത്തിൽ മാതാപിതാക്കൾക്ക് പരിപൂർണ പിന്തുണയും കൈത്താങ്ങലും ശുശ്രൂഷയും നൽകിക്കൊണ്ടിരിക്കുന്ന മിസ്റ്റർ ബൈജു, ശോഭ ആൻഡ് ഫാമിലി, ശ്രീമതി വത്സല, ശ്രീമതി വിജയമ്മയെ എന്നിവരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങളുടെ പിതാവിൻ്റെയും ഞങ്ങൾ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഞങ്ങൾ വിദേശത്തായിരുന്നപ്പോൾ ഈ പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങളോടൊപ്പം സഹകരിച്ച അനേകം സുഹൃത്തുക്കളുണ്ട്. അവരെയെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഈ ദിവസങ്ങളിൽ ഞങ്ങളോടൊപ്പം നിന്ന മിസ്റ്റർ ജിബിൻ തോമസ് ഫിലിപ്പ്, ഇടവ ശുശ്രൂഷകൻ മിസ്റ്റർ ജോസ് പച്ചംകുളം എന്നിവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു. ഇവരോട് കൂടെ ഞങ്ങളോട് സഹകരിച്ച മിസ്റ്റർ ജിജോം, സോണ, ബോബി, ലിനോയ്, വലിയമോൻ എന്നിവരോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ നന്ദിയല്ല, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിക്കപ്പുറമായി എന്തോ ഞങ്ങൾ അർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കുറവുകളും ബലഹീനതകളും മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം ഇത്രയും നാളും ഈ മാതാപിതാക്കളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത ഞങ്ങളുടെ ജീവിത പങ്കാളികൾ, ഒരു പക്ഷേ ഞങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിന് അപ്പുറമാണ് ഞങ്ങളുടെ ലൈജുമാമ, ബെറ്റ്സി, എൻ്റെ ഹസ്ബൻഡ് അവരെ സ്നേഹിക്കുകയും അവരുടെ ദുഃഖ സന്തോഷങ്ങൾ പങ്കിടുകയും ചെയ്യുന്നത്. അത് അവർക്ക് എത്ര നന്ദി അർപ്പിച്ചാലും മതിയാകത്തില്ല. പിന്നെ അതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയൊക്കെയും സ്നേഹിക്കുകയും
കരുതുകയൊക്കെ പോകാമെന്നിടത്ത് ഈ അപ്പച്ചനും അമ്മച്ചിയുമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ മെൻറ്റേഴ്സ്. പ്രത്യേകിച്ച് അവരുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം തന്നെ അവർക്കൊരു മാതൃകയാണ്. ഈ കുഞ്ഞുങ്ങളോടും ഉള്ള അപ്പച്ചനെയും അമ്മച്ചയും സ്നേഹിക്കുകയും കരുതുകയും ലാളിക്കുകയും വാത്സലിക്കുകയും ഒക്കെയും ചെയ്യുന്നതിന് ഈ കുഞ്ഞുങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മൾ സദൃശവാക്യത്തിൽ പറയുന്ന പോലെ മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടമാകുന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കിരീടം ഞങ്ങളുടെ മക്കളാണ്. അത് ഞാനൊരു പുകഴ്ചയായിട്ട് പറയുകയല്ല. അവർ മക്കളും കൊച്ചുമക്കളും അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. ഞങ്ങൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ദൈവമേ, പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നു. തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. നിൻ്റെ വലം കൈയും നിൻ്റെ ഭുജവും നിൻ്റെ മുഖപ്രകാശവും കൊണ്ടാണ്. സങ്കീർത്തനം 44 അധ്യായം. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ മാതാപിതാക്കളുടെ മക്കളായി ജനിപ്പാൻ ദൈവം ഞങ്ങളെ ഇടയാക്കി. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ഞങ്ങളുടെ കുടുംബത്തിൽ കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്. ലോകപ്രകാരം ഞങ്ങളുടെ മാതാപിതാക്കൾ ഒന്നും നേടുവാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. അവരുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. എനിക്ക് തോന്നുന്നില്ല എൻ്റെ അമ്മയ്ക്കോ അച്ചായനോ അവരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും അവർ മറച്ചു വെച്ചിട്ടുണ്ടെന്ന്. അവരുടെ ജീവിതം തന്നെ ഒരു തുറന്ന പുസ്തകമാണ്. അത് ഞങ്ങൾക്ക് എന്നും ഒരു വഴികാട്ടിയാണ്. കഠിന അധ്വാനവും പ്രാർത്ഥനയും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും മാത്രമാണ് അവരുടെ കൈമുതൽ. അവർ ജീവിച്ച പ്രകാരം ജീവിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. എങ്കിലും അവർ സഞ്ചരിച്ച പാതയിൽ കൂടി വിശ്വസ്തരായി ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം അതിനെ നമ്മെ ഓരോരുത്തരെ ഒരുക്കട്ടെ. എല്ലാവരോടും ഞങ്ങൾ നന്ദി പറഞ്ഞുവെങ്കിലും ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ ഇളയ സഹോദരൻ ബിജോ കുരുവിള കുര്യനോടാണ്. ഈ പ്രോഗ്രാമിന് വേണ്ടി 1 വർഷമായി അദ്ദേഹം വളരെ കഷ്ടപ്പെടുകയായിരുന്നു. ഇതിൻ്റെ പുറകിൽ അതികഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്കിവിടെ അവതരിപ്പിക്കാൻ സാധിച്ചത്. നമ്മുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മെയിൻ ആഗ്രഹവും പോലെ ഈ ഒരു പരിപാടി നടത്താൻ സഹകരിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ബിജോയോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയും ചെയ്യുന്നു. Thus we are coming to the end of the 90th birthday celebration of P.K. Kurian തങ്കച്ചായൻ. ഇപ്പോൾ ഇവിടെ പറഞ്ഞ വോട്ട് ഓഫ് താങ്ക്സ് ഒക്കെ നമ്മൾ കേട്ടു. പ്രത്യേകിച്ചും കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എത്ര വലിയൊരു മാതൃകയാണ് ഈ കുടുംബം. അപ്പച്ചനും അമ്മച്ചിയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം ചേർന്ന് അപ്പച്ചൻ്റെ 90th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതി നമ്മളൊക്കെ കണ്ടു. അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇൻകൾക്കേറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇതിനൊക്കെയായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാത്തിൻ്റെയും മുകളിൽ ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹം, ദൈവത്തിൻ്റെ നടത്തിപ്പ്. തിരിഞ്ഞു നോക്കുമ്പോൾ കടന്നു വന്ന വഴികളിൽ അനുഭവിച്ച ദൈവകൃപയോർത്ത് എത്ര സ്തോത്രം ചെയ്താലും തീരത്തില്ല എന്നുള്ളൊരു വലിയ സാക്ഷ്യമാണ് നമ്മൾ ഡോക്യുമെൻ്ററിയിൽ കൂടിയും ചീഫ് ഗസ്റ്റുകളുടെ പ്രസംഗങ്ങൾ കൂടിയും ഒക്കെ കേട്ടത്. അതിനായിട്ടൊക്കെ ദൈവത്തെ ഈ സമയത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചവരോടുള്ള നന്ദി അറിയിക്കുന്നു, കഴിക്കാൻ ഇനിയും ഉള്ളവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ലൈവ് ടെലികാസ്റ്റ് ഷീന വിഷൻ അവരോടുള്ള നന്ദി, അവരുടെ പേര് നേരത്തെ പറഞ്ഞില്ല, അറിയിക്കുന്നു. അതുപോലെ സൗണ്ട് ലൈറ്റ് സിസ്റ്റം, മ്യൂസിക് ബാൻഡ് പ്രത്യേകം എടുത്ത് പറയട്ടെ, അവർക്ക് ഇതുവരെ പാടാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഇനി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല മധുരിക്കുന്ന പഴയകാല സിനിമാ ഗാനങ്ങളൊക്കെ പാടി അവർ നമ്മളെ സന്തോഷിപ്പിക്കും. ഇപ്പോൾ നമുക്ക് ക്ലോസിംഗ് പ്രെയറിനായിട്ട് എഴുന്നേക്ക് നിൽക്കാം. ഡേവിഡ് എം ജേക്കബ് അച്ചായൻ പ്രാർത്ഥിക്കുകയും അതിനുശേഷം സാം മാത്യു അച്ഛൻ്റെ ആശീർവാദത്തോടും കൂടി ഈ ഹൃദയപൂർവ്വം തങ്കച്ചൻ എന്ന 90th ബർത്ത്ഡേ സെലിബ്രേഷൻ പര്യവസാനിക്കുകയാണ്. അതിൻ്റെ ഫസ്റ്റ് ഭാഗം. പിന്നെ ഭക്ഷണം കഴിക്കുകയും പാട്ടുകൾ എൻജോയ് ചെയ്യുകയൊക്കെ അതിനൊരു സെക്കൻഡ് സെഷനുണ്ട്. എനിവേസ്, താങ്ക് യു സോ മച്ച്. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് നൽകാൻ തന്ന ഈ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ദൈവമായ കർത്താവെ, ആദ്യോടന്തം ഇവിടെ വ്യാപിച്ചിരുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി സ്തോത്രം.
എല്ലാ കാര്യങ്ങളും അവിടുന്ന് നടത്തി ചേർന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ തങ്കച്ചായന് കൊടുത്ത ആയുസ്സിനായി സ്തോത്രം. ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തുന്നുള്ള വലിയ വാഗ്ദത്ത പ്രകാരം ദൈവമായ കർത്താവെ അധികം ആരോഗ്യത്തോടെയും സൗഖ്യത്തോടെയും ദൈവമായ കർത്താവെ ദീർഘായുസ് കൊടുത്ത് തൃപ്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടെ ആയിരിക്കുന്ന പ്രിയ അമ്മാമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ധാരാളമായി വർഷിപ്പിക്കണമേ. ദൈവം ദാനം കൊടുത്ത മക്കൾക്കായി, കൊച്ചുമക്കൾക്കായി എല്ലാം ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. മരുമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് ഇന്നത്തെ ഈ ഒരു കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാനായി ലഭിച്ചതായിരിക്കുന്ന എല്ലാ പ്രിയ മക്കൾക്കായി സ്തോത്രം. എല്ലാ ബഹുമാനപ്പെട്ട പട്ടക്കാർക്കായിട്ടും ആശംസകൾ നൽകിയതായിരിക്കുന്ന ബഹുമാന്യ വ്യക്തികൾക്കായിട്ടും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും എല്ലാം ഞങ്ങൾ ദൈവമേ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ കൂട്ടായ്മ ഈ ഒരു സന്തോഷം കർത്താവെ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹകരമായി തീരുവാൻ സഹായിക്കണം. ഈ ഭവനത്തിന് അനുഗ്രഹമായി തീരണം. ദൈവം കൊടുത്ത ഈ പ്രിയപ്പെട്ട കുടുംബത്തിന് അനുഗ്രഹമായി തീരണം. ദേശത്ത് പാർത്ത വിശ്വസ്തയായിരിക്കാൻ തുടർന്നും ദേശത്തിനും സമൂഹത്തിനും ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ ഈ പ്രിയ തങ്കച്ചായൻ്റെ ജീവിതം തുടർന്നും സഹായിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആമീൻ. പിതാവ് പുത്രനും പരിശുദ്ധമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നാം എല്ലാവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും പുതിയ വയസ്സിൽ പ്രവേശിച്ചിരിക്കുന്ന തങ്കച്ചായനോടും കുടുംബത്തോടും മക്കളോടും കുടുംബങ്ങളോടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഒറ്റ കാര്യങ്ങളുണ്ടാരും. നമ്മുടെ ഈ മീറ്റിംഗ് കോമ്പയർ ചെയ്ത് ഇത്രയും മനോഹരമാക്കിയത് പ്രിയപ്പെട്ട പ്രിയയാണ്. പ്രിയ ഇവിടെ പറഞ്ഞു നമ്മുടെ ഇന്ന് UAE വർക്ക് ചെയ്യാണ്. പ്രിയ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രിയനെ കൊച്ചമ്മ നിപ്പോണ്ട്. പ്ലീസ് കം ഓൺ സ്റ്റേജ് പ്ലീസ്. മുന്നോട്ട് വരാമോ? അച്ഛൻ്റെ കൊച്ചമ്മയാണ് ഞാൻ ഇതിനു വേണ്ടി ആദ്യം ക്ഷണിച്ചത്. പറഞ്ഞിന്ന് മീറ്റിംഗ് കൊണ്ട് വരാൻ പറ്റില്ല, അനിയത്തിയുണ്ട്, അനിയത്തിയെ വിളിച്ചോളും പറഞ്ഞു. ഞങ്ങൾ ഒന്നിച്ച് സാമാജികനോട് ഒന്നിച്ച് പല VBSനും എക്യുമെനിക്കൽ മീറ്റിങ്ങിനെല്ലാം 90 കാലഘട്ടത്തിൽ ഒന്നിച്ചിവിടെ കവിയൂരിന് പ്രദേശം ഉണ്ടായിരുന്നതാണ്. രണ്ടുപേരും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങളുടെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതായിട്ട് പ്രിയയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ പ്രീന കൊച്ചമ്മയുടെ സാക്ഷിയാകുന്നതിനായിട്ട് പ്രീന കൊച്ചമ്മയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ്. പ്രീന കൊച്ചമ്മയെ വെറുങ്കായിട്ട് വിടുന്നത് സത്യമല്ല. കൊണ്ട് സാമാധ്യവച്ചൻ പ്രീന കൊച്ചമ്മയ്ക്കുള്ള ഉപഹാരം. ഞങ്ങളൊക്കെ വളർത്തിയത് എൻ്റെ ആത്മീയ ഗുരു സാമാധ്യവച്ചനാണ്. പ്ലീസ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഉപഹാരം സാമാധ്യ നൽകാനായിട്ട് ഞങ്ങളുടെ അച്ഛൻ്റെ ഇപ്പോൾ സാമാധ്യവച്ചനുള്ള ഗിഫ്റ്റ്.
ഏഴിലും പാലപുത്തു പൂമരങ്ങൾ കുട പിടിച്ചു വെള്ളിമലയിൽ വേളിമലയിൽ പൊൻകിനാവിൻ പൂവനത്തിൽ പാരിജാതം പൂത്തുലഞ്ഞു. പൊൻകിനാവിൻ പൂവനത്തിൽ പാരിജാതം പൂത്തുലഞ്ഞു. താമര പോലെൻ മടിയിൽ വന്നു വീണു ആത്മസഖിനി പ്രാണസഖിനി. എന്നുമെന്നും ഒന്നു ചേരാനെൻ ഹൃദയം തപസിരുന്നു. എന്നുമെന്നും ഒന്നു ചേരാനെൻ ഹൃദയം തപസിരുന്നു. കൊതിച്ച നേരം കവിത പോലൻ മുന്നിൽ വന്നു ആത്മസഖിനി പ്രാണസഖിനി. വല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം അന്നോ നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പുവള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. കാടുപൂത്തല്ലോ ഞാവൽ കാപഴുത്തല്ലോ ഇന്നും കാലമായില്ലേ എൻ്റെ കൈ പിടിച്ചിടാ. കാടുപൂത്തല്ലോ ഞാവൽ കാപഴുത്തല്ലോ ഇന്നും കാലമായി
കൈപിടിച്ചിടാൻ അന്ന് മൂളിപ്പാട്ട് പാടിത്തന്ന മോളം തത്തമ്മേ ഇന്നീയാളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാത്തു ഇന്നീയാളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാത്തു അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നോ നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂവള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു പിന്നെ തണ്ടൊഴിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമര കാട് പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമര കാട് അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂവള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം സുപ്രഭാതം 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 നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ ഉഷസിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം 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 അഞ്ജനക്കല്ലുകൾ മിനുക്കി അടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി അഞ്ജനക്കല്ലുകൾ മിനുക്കി അടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ നിന്റെ പടിപ്പുറത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ ആഹാ ഓഹോ ആഹാ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ
തളിരുകൾ വിടർത്തി കരയന്നങ്ങളെ വളർത്തി ആയിരം താമര തളിരുകൾ വിടർത്തി കരയന്നങ്ങളെ വളർത്തി വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ നിന്റെ നീലവാർമുടി ചുരുളിൻ്റെ അറ്റത്ത് ഞാനെൻ്റെ പൂകൂടി ചൂടിച്ചോട്ടെ ആഹാ ഓഹോ ആഹാ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ ഉഷസിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം